നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൈഷർ ദാൻ വാർ, യുദ്ധത്തേക്കാൾ ശക്തമായത് എന്ന് പറഞ്ഞൊരു കവിതയാണ്. നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം അതിലെ ജനറൽ ഇംഗ്ലീഷിൻ്റെ പേപ്പറായിട്ടുള്ള അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ആ പേപ്പർ, മൈഷർ ദാൻ വാർ, വാറിനേക്കാൾ ശക്തമായത്. അപ്പോൾ ഇതിൽ നമ്മളെ നാട്ടിലൊരു വാർ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഭീതിതമായ അവസ്ഥകളൊക്കെയാണ് ആദ്യമൊക്കെ പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ നമ്മളെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ മൈഷർ എന്ന് പറഞ്ഞാൽ എന്താ, ശക്തമായത് എന്നുള്ള അർത്ഥമാണ്. ദാൻ വാർ, യുദ്ധത്തേക്കാൾ ശക്തമായത്. യുദ്ധങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാലും അതിനേക്കാൾ ശക്തമായിട്ടുള്ളൊരു സാധനമുണ്ട്. അത് മനുഷ്യൻ്റെ ആ ഒരു സ്പിരിറ്റ്, മനുഷ്യൻ്റെ ആ തൃഷ്ണ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സാധനമാണ് എന്നാണ് ഇയാൾ എന്താവുന്നത് കവിതയിലൂടെ സമർത്ഥിക്കുന്നത്. നോക്കാം, നമുക്ക് നേരെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാര്യമായിട്ട് വൊക്കാബുലറീസ് ഒന്നും ഇല്ലാത്ത, അതേസമയം നല്ല ആശയമുള്ള സിമ്പിളായിട്ടുള്ള ഒരു പോമാണ് കേട്ടോ. നോക്കാം. ഇമാജിൻ. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ പറയും, ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ, ഓൾ ദോസ് ഫേസസ്, ആ മുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, എവിടെയുള്ള മുഖങ്ങൾ, ഫ്രം ദ ഹിസ്റ്ററി ബുക്സ്. നമ്മൾ ഹിസ്റ്ററിയിലേക്ക് കാണില്ലേ, ഇന്ന സ്ഥലത്ത് ഇന്ന ആളെന്താക്കി അത്ര ആളുകളെ കൊന്ന്, ഇയാൾ ഇങ്ങനെ എന്താക്കി പോരാടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അങ്ങനെ ഹിസ്റ്ററിയിൽ നമ്മൾ പല ആളുകൾ കാണില്ലേ, ബുക്കിലൊക്കെ, ഹിസ്റ്ററിൻ്റെ ബുക്കിൽ, അതിൻ്റെ ന്യൂസിലൊക്കെ നമ്മൾ കാണാറില്ലേ ഒരുപാട് പടയാളികളെ കുറിച്ചായിട്ട്. ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ, ഇമാജിൻ, ഒന്ന് വിചാരിച്ച് നോക്ക്. ഫോർ വൺ മൊമെൻറ്റ്, ഒരു നിമിഷത്തേക്കൊന്ന് ആലോചിച്ച് നോക്കട്ടോ. യു ആർ സ്റ്റാൻഡിങ് ഇൻ ദെയർ ഷൂസ്. നിങ്ങൾ അവരുടെ ഷൂസിലാണ്, ഒരു പ്രയോഗമാണ്. അതായത് അവരുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെയാണെന്നറിയോ? ഇമാജിൻ, ആലോചിച്ചൊക്കെ. വേക്കിംഗ് അപ്പ്, എണീക്കുന്ന രംഗം. ടു ഫൈൻഡ്, നിങ്ങളുടെ എണീക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ തിരിച്ചറിയുന്നത് എന്താണെന്നറിയോ? ദാറ്റ് യു ആർ ദ ഓൺലി വൺ, നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളൊരു യുദ്ധഭൂമിയിലാണുള്ളത്. ഒരു ദിവസം രാവിലെ എണീച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾ മാത്രമേ ഉള്ളൂ. പാരൻസ്, നിങ്ങളെ പാരൻസ്, ബ്രദേഴ്സ്, സഹോദരങ്ങൾ, സിസ്റ്റേഴ്സ്, സഹോദരിമാർ, നൈബേഴ്സ്, അയൽവാസികൾ, എവരിബഡി ഗോൺ, എല്ലാം പോയിട്ടുണ്ട്. എന്താ സംഭവം? യുദ്ധം വന്നപ്പോൾ എന്തായി, പല ആളുകളും യുദ്ധത്തിൽ മരിച്ചു വീണു. ചില ആളുകൾ എന്താക്കി, യുദ്ധഭീതിയിൽ എന്താക്കി, യുദ്ധഭൂമി വിട്ടാട്ട് ഓടി. പെട്ടെന്ന് എണീച്ച് നോക്കുമ്പോൾ നിങ്ങൾ അറിയാണ് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അവരൊക്കെ എന്താണ്, അവരുടെ ജീവനും കൊണ്ട് ഓടേ, അതല്ലെങ്കിൽ അവർ മരണമടയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എണീച്ച് നോക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ മാത്രമേ ഉള്ളൂ. അന്ന് ആലോചിച്ച് നോക്ക്, അവരുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ. അപ്പോൾ യുദ്ധത്തിൻ്റെ കുറേ ഭീതിതമായ അവസ്ഥകളാണ് എന്താവണത് ഒന്നാമത്തെ സ്റ്റാൻസയിൽ കൊണ്ടുവരുന്നത്. ഇനി അടുത്ത് നോക്കാം. ഇമാജിൻ, ആലോചിച്ചൊക്കെ, എന്തെന്നറിയോ? ബീങ് സോ അഫ്രൈഡ് യു അപ്പ്, നിങ്ങൾ എണീക്കുന്നത്, ബീങ് എന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ട്, ഭയങ്കര പേടിച്ചിട്ട്, അഫ്രൈഡ്, ഭയങ്കര പേടിയോടുകൂടെ പേടിച്ചിട്ടാണ് എന്താവണത് നിങ്ങൾ എണീക്കുന്നത്. ആൻഡ് ലീവ് യുവർ ഹോം, പെട്ടെന്ന് നിങ്ങൾ വീട് വിട്ട് പോകണം. യുദ്ധം എന്താണ്, നമ്മൾ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്, അക്രമങ്ങളൊക്കെ എന്തായി പരക്കെ ആയിട്ടുണ്ട്, മിക്കവാറും അടുത്ത് തന്നെ എന്താവും, നമ്മളെ വീടും ആക്രമിക്കപ്പെടും. അപ്പോൾ അതിൻ്റെ മുമ്പ് എന്താണ്, നമ്മൾ ജീവനും കൊണ്ട് ഓടാൻ പോവാണ്. അപ്പോൾ ആ ഭീതിതമായ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ദ ഷോക്ക് ആൻഡ് ഓഫ് ഷോക്കിംഗ് വാർ അറ്റ് ബിഡ്സ്ഗ്രേക്ക് ഇൻ യുവർ ബോൺസ്. ഈ ഷോക്ക് ആൻഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഷോക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഘാതം. ഏവ് എന്ന് പറഞ്ഞാൽ ഓപ്സ് എന്നുള്ള അതല്ല കേട്ടോ. ഇതിൻ്റെ ഇവിടുത്തെ മീനിങ് എന്ന് പറഞ്ഞത് ആ ഫിയർഫുൾ സിറ്റുവേഷൻ, ആ ഭീതിതമായ അവസ്ഥ, വല്ലാത്തൊരവസ്ഥ അല്ലേ. വീട്ടിൽ നിന്ന് എന്താവാണ്, ഇത്ര കാലം നമ്മൾ ജീവിച്ച നാട്, നമ്മൾ പ്രസവിച്ച് വളർന്ന, അതല്ലെങ്കിൽ നമ്മൾ ഉണ്ടായി വളർന്ന ആ വീടും ആ നഗരവും ആ സ്ഥലമൊക്കെ നമുക്ക് എന്താണ്, ഒറ്റയടിക്ക് നമുക്ക് അന്യമാകുകയാണ്. നമ്മൾ പെട്ടെന്ന് ഇട്ടെറിഞ്ഞ് നമ്മളെ ജീവന് മാത്രം നമ്മൾ വില കൊടുത്ത് ഓടേണ്ട ഒരു അവസ്ഥ, അതിൻ്റെ ആ ഷോക്ക്, അതിൻ്റെ ആഘാതം, ആ ഭീതിതമായ അവസ്ഥ. ഷോക്കിംഗ് വാർ അറ്റ് ബ്ലിറ്റ്സ്ബർഗ് ഇൻ യുവർ ബോൺസ്. ഇതെന്ന് പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനി ഉപയോഗിച്ചൊരു ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ടെക്നിക്കാണെന്നൊക്കെ പറയാം. അതായത് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുക, എന്നിട്ട് അവിടുന്ന് ആളുകളെ പറഞ്ഞേക്കാം. ഒരു നിമിഷം പോലും ചിന്തിക്കാനുള്ള അവസരങ്ങൾ എന്താക്കരുത്, കൊടുക്കരുത്. നമ്മളെ സ്വന്തം ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ പല ബിലോങ്ങിങ്സുകൾ ഉണ്ടാവില്ലേ, നമ്മളെ ആസ്തികളൊക്കെ, നമ്മളെ ആഭരണങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ ഫയൽസുകൾ, ഇതുപോലും എടുക്കാൻ സമയം കിട്ടരുത്. അത്രയും മനുഷ്യനെ ഷോക്ക് അടുപ്പിച്ചായിട്ട് ഷോക്ക് ചെയ്തായിട്ട് പെട്ടെന്ന് നാട് വിടാനുള്ള ഒരു തന്ത്രം. അതെന്താണ്, ഇൻ യുവർ ബോൺസ്, അത് നിങ്ങളുടെ എല്ലിലേക്കാണ് കുത്തിയത്. എല്ലിലേക്ക് കുത്തുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അത്രയും ആയത്തിൽ എന്താക്കിയിട്ടുണ്ട്, അത് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബോൺസിലേക്ക് എന്താക്കിയത്, അത് ചേർക്കുന്നത് കേട്ടോ. അത് വെറും പുറമേക്ക് കാണുന്ന ഒരു മുറിവ് മാത്രമല്ല, അത് മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ആഘാതം എന്ന് പറഞ്ഞത് അത്രയാണ്. ഇമാജിൻ
ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഡിലേമ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു ത്രിശങ്കു എന്നൊക്കെ പറയില്ലേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ, അതിനാണ്. ദ ഡിസിഷൻ യു മസ്റ്റ് മേക്ക്, നിങ്ങൾ എടുക്കേണ്ട ചില തീരുമാനങ്ങളുണ്ടാവും. പെട്ടെന്ന് വിടാണ്ട് 5 മിനിറ്റ് കൊണ്ട് എന്താക്കണം, ഇവിടുന്ന് പോകണം, ഇല്ലെങ്കിൽ നമ്മൾ ജീവൻ തന്നെ ഇല്ലാണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ എടുക്കേണ്ടത്, എന്താണ് ഉപേക്ഷിക്കേണ്ടത്, ആരെയാണ് സംരക്ഷിക്കേണ്ടത്, ആരെയാണ് ഇട്ടേച്ച് പോവേണ്ടത്, ആ ഒരു തീരുമാനം എടുക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ വെൻ ഓൾ ദാറ്റ് യു ക്യാൻ ക്യാരി, നിങ്ങൾക്ക് വഹിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നൗ ഈസ് മോർ ദാൻ യു ക്യാൻ ടേക്ക്, അത് നിങ്ങൾ എടുത്തതിനേക്കാൾ ഭാരമുള്ളതാണ്. ടേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഫിസിക്കൽ സാധനങ്ങളാണ്. ആ സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്, ഓക്കെ. എന്നാൽ അതിനും ഭാരിച്ചതാണ് എന്ത്, നിങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ യു ക്യാൻ ക്യാരി എന്ന് പറയുന്നത് ഇവിടെ മൈൻഡിനെ കുറിച്ചാണ്. മനസ്സിലെന്താണ്, നമ്മളെ ജനിച്ച് വളർന്ന നാട്, വീട്, ഈ സാധനങ്ങളൊക്കെ വിട്ട് നിങ്ങൾ ഓടുകയാണ്. അതുപോലെ നിങ്ങളുടേതെന്ന് വിചാരിച്ച ഒരുപാട് സാധനങ്ങൾ, നിങ്ങൾ അത്രയും ചെറുപ്പം മുതലേ നിങ്ങൾ സൂക്ഷിച്ചു വെച്ച പല സാധനങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ട പല ആളുകൾ, പിന്നെ ഇത്രകാലം നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടാക്കിയ നമ്മൾ ഒരുപാട് ആസ്തികൾ, ഇതൊക്കെ ഇട്ടെറിഞ്ഞ് നമ്മളെ സ്വീകരിക്കോ ഇല്ലേ എന്ന് പോലും അറിയാത്തൊരു നാട്ടിലേക്ക് നമ്മൾ എന്താവുകയാണ്, ഓടിപ്പോവുകയാണ്. ആ ഓടിപ്പോവാൻ നിൽക്കുന്ന അവസ്ഥ ചിലപ്പോൾ എന്താക്കും, നമ്മളാ കയ്യിൽ കിട്ടുന്ന ചില സാധനങ്ങളൊക്കെ നമ്മൾ വലിച്ചെടുക്കും. പക്ഷേ നിങ്ങളാ എടുത്ത് വഹിച്ചു കൊണ്ടിരിക്കുന്ന സാധനത്തിനേക്കാൾ ഭാരമാണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഭാരം എന്നാണ് മൂപ്പർ പറഞ്ഞത്. ഇനി അടുത്തത്, ഇമാജിൻ, ആലോചിച്ചൊക്കെ, ബീങ് 6 year old, 6 വയസ്സുള്ള ആ കുട്ടി, കംപ്ലീറ്റ്ലി ഓൺ യുവർ ഓൺ, അത് നിങ്ങളത് മാത്രമാണെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് എന്തില്ല, ചുറ്റുവട്ടത്തിന് ആരുമില്ല. ഇനി ആ കുട്ടി വിഷയങ്ങൾ പറയേണ്ട ആരോടാ, പേരൻസ് ഇല്ല, ബ്രദേഴ്സ് ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, എല്ലാവരും എന്തായിട്ടുണ്ട്, ഒന്നുകിൽ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അതല്ലെങ്കിൽ യുദ്ധഭീതിയിൽ യുദ്ധഭൂമി വിട്ടായിട്ട് എങ്ങോട്ടൊക്കെ എന്തായിട്ടുണ്ട്, ഓടിപ്പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ. ഇനി ആ കുട്ടിയുടെ പൂർണ്ണമായിട്ട് ആ കുട്ടി എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ തീരുമാനിക്കുന്നത് കംപ്ലീറ്റ് യുവർ ഓൺ. നിങ്ങൾ ആ സ്ഥാനത്ത് സങ്കല്പിക്കുകയാണെങ്കിൽ നിങ്ങളാണ്, വേറെ ഒരു സാധനം എന്തില്ല നിങ്ങളെ മുന്നിലില്ല എന്നർത്ഥം. ഓൾ യു ഹാഡ്, നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും, യുവർ മം, നിങ്ങളുടെ മദർ, യുവർ ഡാഡ്, നിങ്ങളുടെ പിന്നെ ബാപ്പ, യു ഹാവ് ലോസ്റ്റ് ഇറ്റ് ഓൾ അലോൺ, എല്ലാം നഷ്ടപ്പെട്ട അലോണാണ്, ഒറ്റയ്ക്ക്, നിങ്ങൾ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസരത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്ന പറഞ്ഞത്. ഇനി ഇമാജിൻ ഫ്യൂച്ചർ ചിൽഡ്രൻ, ഇനി അത് പോട്ടെ, ഇനി നമ്മളെ ഭാവിയിലുള്ള കുട്ടികളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. എന്താ, അവർ ചിൽഡ്രൻ, നമ്മളെ കുട്ടികളുണ്ടല്ലോ, ലുക്കിംഗ് ബാക്ക്, അവരിങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത്, അതായത് തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയിൽ അവർ തപ്പുന്ന സമയത്ത്, ഓക്കെ, അവരെന്താവാണ് ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത്, വിൽ ദേ ടെൽ അസ്, അവർ നമ്മളെക്കുറിച്ച് പറയോ, വാർ ഈസ് ഓവർ, യുദ്ധമൊക്കെ തീർത്തവരാണ് ഇവർ എന്നായിരിക്കോ, അതല്ലെങ്കിൽ യുദ്ധം തീർന്നു. ഒന്നുകൂടെ നല്ല എന്താണ്, നമ്മളെ മുന്നിലുള്ള ആൾ, അതല്ലെങ്കിൽ അവരെ മുമ്പിലുള്ള തലമുറ യുദ്ധം തീർത്തിട്ടാണോ പോയത്, അതല്ല ദ വേൾഡ്സ് അണ്ടർ അറ്റാക്ക്, ഇപ്പോഴും കറൻ്റ്ലി എന്താകുന്നുണ്ടോ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നാണ് അവരെന്താവുക ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സംഭവം കൂടെ ഉണ്ട്. ഈ തലമുറകൾ കൈമാറി പോകുന്ന സാധനമല്ലേ. ഇപ്പോൾ നമ്മളൊരു യുദ്ധം തുടങ്ങി വെച്ച ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു യുദ്ധം അവസാനിപ്പിക്കാത്ത രൂപത്തിലാണ് ഈ തലമുറ ഇവിടുന്ന് പോകുന്നതെങ്കിൽ, അടുത്ത തലമുറയും സ്വാഭാവികമായിട്ട് എന്താവും, അത് ഏറ്റെടുത്ത് അങ്ങനെ പോവും. അപ്പോൾ അവർ ചോദിക്കും, നമ്മളെ ഈ ബാപ്പമാരെന്താക്കിയതാണ്, യുദ്ധം അവസാനിപ്പിച്ചവരാണോ, ഇനി അതല്ല നമുക്ക് തന്നത് യുദ്ധം അവസാനിപ്പിച്ചൊരു ലോകമാണോ, അതല്ല യുദ്ധം ആക്രമണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു ലോകമാണോ നമുക്ക് തന്നിട്ടുള്ളത് എന്നെന്തോ അവർ ചോദിക്കും എന്നാണ് പറഞ്ഞത്. ഇനി കുറച്ച് എന്താ നമ്മളെ മനസ്സിനെ എന്തുണ്ടാക്കുന്ന കുറച്ച് സംഭവങ്ങൾ പറയാം കേട്ടോ. ഇമാജിൻ, ഒന്ന് ആലോചിച്ച് നോക്ക്, യുവർ കിഡ്സ്, ഗ്രാൻഡ് കിഡ്സ്, നമ്മൾ ഈ മക്കളെ ചെറുമക്കൾ എന്നൊക്കെ പറയില്ലേ, അവരൊക്കെ ഇങ്ങനെ, വിൽ ദേ എവർ ഗെറ്റ് ടു സീ ദം, അവരെന്തെങ്കിലും അവരെ കണ്ടിട്ടുണ്ടാവുമോ, അതായത് നമ്മളെ തൊട്ടപ്പുറത്തെ തലമുറ, ആ തലമുറൻ്റെ ചെറുമക്കൾ എന്താക്കിയിട്ടുണ്ടാവുമോ, അതല്ലെങ്കിൽ പേരമക്കളെ എന്തെങ്കിലും കാണാൻ സാധ്യത ഉണ്ടോ, അതോ യുദ്ധം കൊണ്ടെന്തോ ഒക്കെ ഇവിടുന്ന് തീർന്നു പോവോ എന്നുള്ള ചോദ്യമാണ്. പിന്നെ വിൽ ദേ സ്ട്രോക്ക് ദെയർ ഹെയർ ആൻഡ് സ്മൈൽ, തലമുടി ഇങ്ങനെ എന്താക്കുക, അതായത് വല്യുപ്പാൻ്റെ മടിയിൽ എന്താവുകയാണ് പേരമോൻ ഇരുന്നാട്ട് തലയിൽ കൂടെ എന്താവുകയാണ് ആ കരുണയുടെ അങ്ങ് തലോടൽ, അത് അവർക്ക് എന്തെങ്കിലും അങ്ങനെ തലോടാനൊക്കെ അവർക്ക് കഴിയോ, എന്നിട്ട് ഡിക്ലെയർ ഒരു ഉറക്കെ പറയോ, ദ വാർ ഈസ് ഫോർ മ്യൂസിയം, നമ്മളെ കാലത്തൊന്നില്ല, നമ്മളെ ഇതിലൊന്നും എന്തില്ല, വാർ എന്ന് പറഞ്ഞ സാധനമല്ല, അതൊക്കെ വെറും മ്യൂസിയത്തിൽ, അതായത് ചരിത്രത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പം ആ സാധനമൊന്നുമില്ല എന്നൊക്കെ അവർ ഡിക്ലെയർ ചെയ്യോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇനിയാണ് ഇതിൻ്റെ കറക്റ്റ് മർമ്മത്തിലേക്ക് മൂപ്പർ എന്താണത് വരുന്നത്. ഇത്രകാലം അതിൻ്റെ ഒരു
ഒരു ഇമാജിനേഷൻ ലെവൽ, പിന്നെ വാർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സംഭവങ്ങൾ, അതിൻ്റെ ഭീതിതമായ പിന്നെ അവസ്ഥകൾ, അതിൻ്റെ ആ ഭയാനകതകൾ, ഇതൊക്കെയാണ് പറഞ്ഞത്. ഇനി മൂപ്പര് ടൈറ്റിൽ പറഞ്ഞത് എന്താ? മൈച്ചർ ദാൻ വാർ എന്നാണ്. വാറിനേക്കാൾ ശക്തമായി, യുദ്ധത്തെക്കാൾ ശക്തി ആർജിച്ചെന്നല്ലേ, ആ സാധനത്തിനെ കുറിച്ചാണ് ഇനി മൂപ്പര് പറയുന്നത്. ഇമാജിൻ, സങ്കല്പിക്ക്, ഹോപ്പ്, പ്രതീക്ഷകൾ. എങ്ങനത്തെ പ്രതീക്ഷകളാണെന്നറിയോ? റീബിൽറ്റ് വിത്ത് ഡിഫെൻസ് ആൻഡ് വിത്ത് പ്രൈഡ്. പ്രൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഭിമാനം. ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് വെല്ലുവിളി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഗർവ് എന്ന് വേണ്ട, വെല്ലുവിളി ആയിക്കോട്ടെ. വെല്ലുവിളിയോടെയും അതുപോലെ തന്നെ പ്രൈഡ്, അഭിമാനത്തോടെയും അവർ റീബിൽറ്റ്, നിർമ്മിച്ചെടുത്ത യുദ്ധക്കെടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായി. നമ്മളെ പല ആളുകൾ എന്താക്കി, നശിപ്പിച്ച്, നമ്മളെ സ്വന്തം നാട് വിട്ട് നമുക്ക് പോവേണ്ടി വന്ന്, ഇങ്ങനെ പല സാധനങ്ങളും എന്താക്കി യുദ്ധത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട്. എങ്കിലും എന്തായിരുന്നോ, വീണ്ടും നമ്മളതിനെ പ്രതീക്ഷയോടെ എന്താക്കി നമ്മൾ റീബിൽഡ് ചെയ്തെടുത്തു. റീബിൽഡ് ചെയ്തെടുത്തത് എന്തുകൊണ്ടാണെന്നറിയോ? വിത്ത് ഓൾ ബാറ്റേഡ്, മുറിവേറ്റ, അതുപോലെ തന്നെ ബ്ലീഡിങ്, രക്തം വാർന്ന ലവ്, സ്നേഹം കൊണ്ട്, ദാറ്റ് സ്റ്റിൽ സർവൈവ് ഇൻസൈഡ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു സ്നേഹത്തിൻ്റെ ഒരു കണിക, അതല്ലെങ്കിൽ ഒരു പിന്നെന്താ, സ്നേഹത്തിൻ്റെ, അതല്ലെങ്കിൽ നമുക്കെന്താ, ഒരു കരുണയുടെ ഒരു അരുണസ്പർശം എന്നൊക്കെ പറയില്ലേ, ആ സാധനം ഇപ്പോഴും എന്തുണ്ട്? ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് എന്താക്കിയത്? വീണ്ടും റീബിൽഡ് ചെയ്തെടുത്തത്. ഇവിടെ കണ്ടോ, ബ്ലീഡിങ് ലവ് ഉദ്ദേശിക്കണം എന്താ? ഒന്ന് നമ്മൾ പിന്നെ മൊത്തം മുറിവേറ്റതാണ്. രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന ലവ് എന്ന് പറഞ്ഞാൽ, സ്നേഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സാവാം. അത്രയും മനസ്സിൻ്റെ സാധനങ്ങളൊക്കെ നമുക്കുണ്ട്, അത്രയും ഭാരങ്ങൾ നമുക്കുണ്ട്, അത്രയും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷേ എന്നിട്ടും നമ്മളെന്താക്കി? ഒരു പ്രതീക്ഷയുടെ, പിന്നെ അഭിമാനത്തിൻ്റെ ഒരു അഭിമാനത്തിൻ്റെ ബലത്തിൽ നമ്മളെന്താക്കി? ഒരു പുതിയൊരു ലോകത്തെന്താക്കി? നമ്മൾ കെട്ടിപ്പടുത്ത് കഴിഞ്ഞ്. അത് വിത്ത് ദാറ്റ് സ്പിരിറ്റ്, ആ ഒരു സ്പിരിറ്റ് കൊണ്ടാണത്. സ്പിരിറ്റിനെ നമ്മൾ ആത്മാവ് എന്നോ അതല്ലെങ്കിൽ തൃഷ്ണ എന്നൊക്കെ വേണമെങ്കിൽ എന്താക്കാം നമുക്കൊക്കെ. ഹ്യൂമൻ സ്പിരിറ്റ്, മനുഷ്യൻ്റെ ആ സ്പിരിറ്റ്, അതാണ് ദാറ്റ് ഈസ് മൈറ്റിയർ ദാൻ വാർ. യുദ്ധത്തിന് എന്തേ നശിപ്പിക്കാൻ കഴിയുള്ളൂ? ഭൗതിക ലോകത്തെ നശിപ്പിക്കാൻ കഴിയുള്ളൂ, അതല്ലെങ്കിൽ ഈ ഫിസിക്കൽ വേൾഡിനെ നശിപ്പിക്കാൻ കഴിയുള്ളൂ. അതേസമയം ആ നശിപ്പിക്കുന്ന ഫിസിക്കൽ വേൾഡ് അവിടെ ഒരു പക്ഷെ നശിച്ചെന്ന് ഇരിക്കാം. അതേസമയം ഹൃദയത്തിലുള്ള, അതല്ലെങ്കിൽ മനസ്സിലുള്ള ആശയത്തിൻ്റെ ലോകം, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ലോകം, കരുണയുടെ ആ ഒരു ചുറ്റുവട്ടം, അതെന്താവില്ല, അത് തകർക്കാൻ കഴിയൂല. അതിനെ തകർക്കാൻ യുദ്ധത്തിന് എന്താവില്ല, കഴിയൂല. അതുകൊണ്ട് യുദ്ധത്തിനേക്കാളും ശക്തമാണെന്ത്? നമ്മുടെ ഈ ലവ്, കമ്പാഷൻ എന്നൊക്കെ പറഞ്ഞ സാധനം. സ്റ്റിൽ ഫൈറ്റിംഗ് ഫോർ ദ ആൻസർ. അപ്പോഴും നമ്മൾ ഉത്തരത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തല്ലുകൂട മീൻസ് ഉത്തരത്തിന് വേണ്ടി അപ്പോഴും നമ്മൾ പരതുകയാണ്, സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ടു വാട്ട്? എന്തിനു വേണ്ടിയിട്ടാണ് ആർ വി ഫൈറ്റിംഗ് ഫോർ? നമ്മൾ ഈ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്? ഓക്കെ, അപ്പം ഇതാണ് ഈ പോം എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്.